കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിൽ. പനങ്കാവ് സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് അക്ഷയ് മൊബൈൽ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത്. ഫെലിക്സ് ചേരുന്ന വിവരങ്ങളുമായി. ഫെലിക്സ്, കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് ഓരോ ദിവസവും വാർത്തകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. ഓരോ ദിവസവും മൊബൈൽ ഫോൺ, ചാർജർ അടക്കമുള്ളവ പിടിച്ചെടുക്കുന്നു. ഇപ്പോഴിതാ എറിഞ്ഞു കൊടുത്തതിന്റെ പേരിൽ അക്ഷയ് എന്നൊരാൾ പിടിയിലായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ്, ജയിൽ അധികൃതർ എന്താണ് ഇതേപ്പറ്റി പറയുന്നത്? ഇന്നലെ വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഈ പനങ്കാവ് സ്വദേശിയെ അക്ഷയ് പിടിയിലാവുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് വാർഡർമാരുടെ ശ്രദ്ധയിൽ ഇത് അങ്ങനെയാണ് അവർ ഓടിയെത്തി ഇയാളെ പിടികൂടിയത്. ഈ ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് അക്ഷയ് മൊബൈൽ ഈ മതിലിന് പുറത്തേക്ക്, മതിലിനുള്ളിലേക്ക് എറിഞ്ഞു നൽകാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ഇയാളിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഈ പുകയില ഉൽപ്പന്നങ്ങളും ജയിലിനുള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ എത്തിച്ചതാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ ഈ മൊബൈൽ ഫോണുകൾ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്നും പിടികൂടിയിരുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരാൾ ഇങ്ങനെ ഈ മതിലിന് പുറത്തു നിന്നും ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകാൻ ശ്രമിച്ചത്. മറ്റൊരു സംശയം, ഈ ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് അക്ഷയ് മൊബൈൽ ഫോൺ എറിഞ്ഞത് എന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതെങ്ങനെയാണ് കടക്കാനായത്? അപ്പൊ ഈ സുരക്ഷാ ജീവനക്കാരൊന്നും ഇത് കണ്ടില്ലേ? ജയിലിന്റെ പുറത്ത് മതിലുണ്ട്. ആ മതിലിനുള്ളിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിനുള്ളിലാണ് കിടന്നത്. അവിടെ പോലീസ് സുരക്ഷയില്ല. നേരത്തെ ഗോവിന്ദച്ചാമി ജയിൽ സമയത്തും ആ പരിസരത്ത് പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നില്ല. ആ പോലീസ് സുരക്ഷ ഉള്ളൊരു സ്ഥലമല്ല. അതിനുള്ളിൽ കിടന്നാണ് ഇയാൾ ഈ പറയുന്ന മതിലിന് ഉള്ളിലേക്ക് ഈ മൊബൈൽ എറിഞ്ഞു നൽകിയത്. അതായത് ഈ മതിലിന് സമീപത്തായാണ് ഒരു ചെറിയ ഗേറ്റ് ഉള്ളത്. ആ ഗേറ്റിനുള്ളിൽ കിടന്ന് അവിടെ നിന്നും എറിഞ്ഞു നൽകുകയാണ് ഉണ്ടായത്. ആ പരിസരത്ത് പോലീസ് സുരക്ഷ ഇല്ല എന്നതാണ്. ഈ ജയിലിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന് ചുറ്റും പോലീസ് സുരക്ഷയുണ്ട്. പക്ഷേ ഈ പരിസരത്ത് സുരക്ഷയില്ല. അവിടെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത രീതിയിൽ തന്നെ ജയിലിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനല്ലേ ഫെലിക്സ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം, അതിന് പിന്നാലെ വീണ്ടും പരിശോധന നടത്തുന്നതിനിടയിൽ മൊബൈൽ ഫോണുകൾ പിടികൂടുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏതായാലും ഈ ജയിൽ ജീവനക്കാർക്ക് കൃത്യമായി അറിയാം ഈ മൊബൈൽ ഫോൺ ജയിലിനുള്ളിലേക്ക് എത്തുന്നത് പുറത്തുനിന്നും അതിനുള്ളിലേക്ക് എറിഞ്ഞു നൽകിയിട്ടാണ് എന്നത്. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ചുറ്റുമില്ല എന്നതാണ്. നേരത്തെ സർക്കാർ നിയോഗിച്ച സമിതി അടക്കം ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ജയിലിലെ സുരക്ഷാ വീഴ്ചയും ജയിൽ ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും വ്യക്തമാക്കിയിരുന്നു. അതേ അവസ്ഥ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം.